الحمد لله وحده والصلاة والسلام على من لا نبي بعده. أعوذ بالله من الشيطان الرجيم. وإذ يمكر بك الذين كفروا ليثبتوك أو يقتلوك أو يخرجوك ويمكرون ويمكر الله വല്ലാഹു ഖൈറുൽ മാകിരീൻ. പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരികൾ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ കൽപ്പനകളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സമസ്ത മേഖലകളിലും കഴിവിൻ്റെ പരമാവധി സൂക്ഷിച്ച് ജീവിക്കണമെന്ന് ആമുഖമായി സ്വന്തം ബാധ്യതയുള്ളതുപോലെ തന്നെ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ഇൻഷാ അല്ലാഹ് പരിശുദ്ധ റമദാനിലെ ഈ ഒരു സന്ദർഭത്തിൽ സമയത്ത് നമ്മൾ അള്ളാഹുവിൻ്റെ ഭവനത്തിൽ ഒരുമിച്ച് കൂടിയിട്ടുള്ളത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിലെ അല്ലെങ്കിൽ ഇസ്ലാമിക ചരിത്രത്തിലെ നിർണായകമായ ഒരു വഴിത്തിരിവിനെ സംബന്ധിച്ച്, അഥവാ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജറയുമായി ബന്ധപ്പെട്ട് ഹിജറ പറഞ്ഞ കഥകളെ സംബന്ധിച്ച് ആ ഹിജറയുടെ ചരിത്രം അറിയാനും മനസ്സിലാക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഒരുമിച്ച് കൂടിയിട്ടുള്ളത്. ഇൻഷാ അല്ലാഹ് ഹിജറയുടെ ചരിത്രം വലിയ ഒരു നീണ്ട ഒരു ചരിത്രമാണ്. ഇന്നത്തെ നമ്മുടെ ഈ പഠന ക്ലാസ്സിൽ ഹിജറയുടെ ആ ചരിത്രത്തിൻ്റെ ആമുഖം എന്ന നിലയിൽ ഹിജറയുടെ പശ്ചാത്തലത്തെ സംബന്ധിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ മക്കയിൽ നിന്ന് മദീനയിലേക്ക് ഹിജറ ചെയ്യാൻ പ്രേരിപ്പിച്ച ഘടകങ്ങളെ സംബന്ധിച്ചാണ് ഇൻഷാ അല്ലാഹ് നമ്മൾ മനസ്സിലാക്കുന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഹിജറ പോവാനുണ്ടായ പശ്ചാത്തലം നമ്മൾ സീറ ഗ്രന്ഥങ്ങളിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം രേഖപ്പെടുത്തിയ സീറ ഗ്രന്ഥങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ പ്രവാചകത്വത്തിൻ്റെ 10-ാം വർഷം അഥവാ നബൂവത്തിൻ്റെ 10-ാം വർഷമാണ് അബൂ ത്വാലിബ് മരണമടയുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക്, മക്കയിലെ പ്രവാചകന്റെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് എല്ലാവിധ സംരക്ഷണങ്ങളും സഹായങ്ങളും നൽകിയിരുന്ന അബൂ ത്വാലിബ് പ്രവാചകത്വത്തിൻ്റെ 10-ാം വർഷം റജബ് മാസം മരണപ്പെടുകയാണ്. ആ വർഷം തന്നെ 2 മാസം കഴിഞ്ഞപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് എല്ലാ അർത്ഥത്തിലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സഹായവും സംരക്ഷണവും എല്ലാം നൽകിയിരുന്ന പ്രവാചകന്റെ പ്രിയ പത്നി ഖദീജ റളിയല്ലാഹു അൻഹയും ഇഹലോകത്തോട് വിട പറയുകയാണ്. അബൂ ത്വാലിബിന്റെ മരണശേഷം ശത്രുക്കളുടെ പീഡനങ്ങളും മർദ്ദനങ്ങളും വർദ്ധിക്കുകയാണ്. അബൂ ത്വാലിബ് ജീവിച്ചിരിക്കുന്ന സമയത്ത് ഖുറൈശികൾ ചെയ്യാൻ ധൈര്യപ്പെടാത്ത മർദ്ദനങ്ങളും പീഡനങ്ങളും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേർക്ക് അഴിച്ചുവിടുകയാണ്. ഈ സന്ദർഭത്തിൽ ഖുറൈശികളുടെ അബൂ ത്വാലിബിന്റെ വിയോഗത്തിന് ശേഷം ഖുറൈശികളുടെ പ്രതിരോധ നടപടികളും അവരുടെ മർദ്ദനങ്ങളും നാൾക്ക് നാൾ വർദ്ധിക്കുന്നത് കണ്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വർഷം 10-ാം വർഷം ശവ്വാൽ മാസത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ നിന്ന് 60 കിലോമീറ്റർ അകലെയുള്ള തായിഫിലേക്ക്, അവിടെയുള്ള ബനു സഖീഫ് ഗോത്രത്തെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുവാനും അവരുടെ സഹായവും സംരക്ഷണവും തേടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തായിഫിലേക്ക് അഭയം തേടി പുറപ്പെടുകയാണ്. പക്ഷേ നമുക്കറിയാം, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രം നമ്മൾ കേട്ടവരാണ്, അറിഞ്ഞവരാണ്. ത്വായിഫ് യാത്രയിൽ കാൽനടയായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 60 കിലോമീറ്റർ അകലെയുള്ള ത്വായിഫിലേക്ക്
സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങോട്ടേക്ക് പോവുകയും പക്ഷേ തൻ്റെ ജന്മനാട്ടിൽ ഖുറൈശികളിൽ നിന്ന് ഏൽക്കേണ്ടി വന്നതിനേക്കാളും വലിയ മർദ്ദനങ്ങളും പീഡനങ്ങളുമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ത്വായിഫിൽ ഏൽക്കേണ്ടി വന്നത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ത്വായിഫിൽ എത്തിയ സന്ദർഭത്തിൽ അവിടെയുള്ള ബനൂ സഖീഫ ഗോത്രത്തിലെ നേതാക്കന്മാരെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സമീപിക്കുകയും അവിടെയുള്ള അംർ ഇബ്നു ഉമൈർ അസ്സഖഫി എന്ന് പറയുന്ന വ്യക്തിയുടെ 3 മക്കൾ അബ്ദുയാലീൻ, മസ്ഊദ്, അതുപോലെ തന്നെ ഹബീബ് എന്ന് പറയുന്ന 3 വ്യക്തികളെ സമീപിച്ച് അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണവും സഹായവും നൽകാൻ ആവശ്യപ്പെടുകയാണ്. ആ സന്ദർഭത്തിൽ ഈ 3 പേർ, ആ 3 പേരിൽ ഒരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, താങ്കളെയാണ് അള്ളാഹു പ്രവാചകനായി നിയോഗിച്ചതെങ്കിൽ കഅബയുടെ മൂടുപടം ഞാനത് വലിച്ചു കീറുക തന്നെ ചെയ്യും. രണ്ടാമതൊരാൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, അള്ളാഹുവിനെ പ്രവാചകനായി നിയോഗിക്കാൻ താങ്കളല്ലാതെ വേറെ ആരെയും കിട്ടിയില്ലയോ എന്ന് രണ്ടാമൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. മൂന്നാമത്തെ ആൾ പറയുകയാണ്, താങ്കൾ ഒരു പ്രവാചകനാണെങ്കിൽ താങ്കളെ കളവാക്കാൻ എനിക്ക് സാധ്യമല്ല. ഇനി അതല്ല, താങ്കൾ നേരെ മറിച്ചൊരു പ്രവാചകനല്ലെങ്കിൽ താങ്കളുമായി സംസാരിക്കാൻ എനിക്ക് താല്പര്യവുമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് കേട്ട് അവരോട് പറയുകയാണ്, എങ്കിൽ ഞാൻ നിങ്ങളുമായി നടത്തിയ ഈ സംഭാഷണം, ഈ സംസാരം നിങ്ങൾ രഹസ്യമാക്കി വെക്കുക, പുറത്തുള്ള ആളുകളോട് പറയാതിരിക്കുക, പരസ്യമാക്കാതിരിക്കുക. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ 10 ദിവസം അവിടെ തങ്ങുകയും ഓരോ ഗോത്ര നേതാക്കന്മാരെ സമീപിച്ച് ഇസ്ലാം പരിചയപ്പെടുത്തുകയും അവരെ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. പക്ഷേ ആരും തന്നെ ഇസ്ലാം സ്വീകരിക്കാൻ തയ്യാറാവുകയോ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് സംരക്ഷണം ഒരുക്കാൻ അവർ തയ്യാറാവാതെ വരികയും മാത്രമല്ല, അവിടെയുള്ള വിവരമില്ലാത്ത അവിവേകികളായ ആളുകളെയും അടിമകളെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്കെതിരിൽ ഇളക്കി വിടുകയും പ്രവാചകനെ തെറി വിളിപ്പിക്കുകയും പ്രവാചകനെ കൂക്കി വിളിപ്പിക്കുകയും ചെയ്യുകയാണ്. അങ്ങനെ അവരുടെ ആ തെറിവിളിയും അവരുടെ കൂക്കുവിളിയും കേട്ട് പൊതു ഇടത്തിൽ ആളുകൾ തടിച്ചുകൂടുകയും 2 വശങ്ങളിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കല്ലെറിയുകയാണ്. കൂക്ക് വിളിച്ച് പ്രവാചകനെ കല്ലെറിഞ്ഞ് പ്രവാചകന്റെ നെരിയാണിയിൽ കല്ല് തട്ടുകയും രക്തം വാർന്നൊലിക്കുകയും അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ത്വായിഫിൽ നിന്ന് 3 മൈൽ 3 കിലോമീറ്റർ അകലെയുള്ള ഒരു മതിൽ കെട്ടിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുള്ളിൽ പ്രവേശിക്കുകയാണ്. ആ സമയത്താണ് അവർ തിരിച്ചു പോകുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഈ മുന്തിരിയുടെ തോട്ടത്തിൽ ആ മതിൽ കെട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയും മുന്തിരിവള്ളിയുടെ അരികിൽ ഒരു മതിലിൽ ചാരി നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ ദുർബലത അള്ളാഹുവിന്റെ മുമ്പിൽ ബോധ്യപ്പെടുത്തി ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവോട് പ്രാർത്ഥിക്കുകയാണ്. പ്രവാചകന്റെ ദുർബലത മുൻനിർത്തി, അള്ളാഹുവെ ആരിലേക്കാണ് നീ എന്നെ ഏൽപ്പിക്കുന്നത്? അള്ളാഹുവെ, നിന്റെ കോപം എൻ്റെ മേലില്ലെങ്കിൽ ഈ പ്രയാസങ്ങളൊന്നും എനിക്ക് പ്രശ്നമല്ല. ത്വായിഫുകാർ പ്രവാചകൻ സംരക്ഷണം തേടി ത്വായിഫിലേക്ക് പുറപ്പെട്ടു. അവർ പ്രവാചകനെ ആട്ടിയോടിച്ചു. മക്കക്കാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ പീഡിപ്പിക്കുകയാണ്. ആ സമയത്ത് പ്രവാചകൻ അള്ളാഹുവിനോട് ഇപ്രകാരം പ്രാർത്ഥിക്കുകയും ദൂരത്ത് നിന്ന് ആ തോട്ടത്തിന്റെ ഉടമ റബീഅയുടെ മക്കൾ ഉത്ബയും ഷൈബയുടെയും തോട്ടമാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ കണ്ട് അവർക്ക് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അലിവ് തോന്നുകയും പ്രവാചകനോട് കരുണ തോന്നി ഖുറൈശികളായ ഉത്ബയും ഷൈബയും അവരുടെ ഭൃത്യനായ അദ്ദാസ് എന്ന് പറയുന്ന ക്രിസ്ത്യാനിയായ ഭൃത്യനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് മുശ്രിക്കായ ഉത്ബയും ഷൈബയും ഒരു പാത്രത്തിൽ മുന്തിരി നൽകി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് പറഞ്ഞയക്കുകയാണ്. ആ ക്രിസ്ത്യാനിയായ അദ്ദാസ് എന്ന് പറയുന്ന അടിമ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് ആ മുന്തിരി നൽകിയ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അത് വാങ്ങി പ്രവാചകൻ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം
എന്ന് പറഞ്ഞ് അത് ഭക്ഷിക്കാൻ ഒരുങ്ങിയ സന്ദർഭത്തിൽ ആ അദ്ദാസ് പ്രവാചകനോട് പറയുകയാണ്, ഇന്ന ഹാദൽ കലാമ ലാ യഖൂലു അഹ്ലു ഹാദിഹിൽ ബിലാദ്, ഈ നാട്ടുകാർ ത്വായിഫുകാർ പറയാത്ത ഒരു വാചകമാണ് താങ്കൾ പറഞ്ഞിട്ടുള്ളത്. താങ്കൾ ആരാണ്? ആ സന്ദർഭത്തിൽ ഈ പറയുന്ന അദ്ദാസ് ആ നാട്ടുകാരനല്ല എന്ന് മനസ്സിലാക്കിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ വ്യക്തിയോട് ചോദിക്കുകയാണ്, മിൻ അയ്യി ബിലാദിൻ അൻത യാ അദ്ദാസ് വമാ ദീനുക, താങ്കൾ ഏത് നാട്ടുകാരനാണ്? താങ്കളുടെ മതം ഏതാണ്? ആ സമയത്ത് അദ്ദേഹം പറയുകയാണ്, ഞാൻ ഇറാഖിലെ നീനവക്കാരനാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ചോദിക്കുകയാണ്, യൂനുസ് ഇബ്നു മത്ത, യോന പ്രവാചകൻ, മത്തായിയുടെ മകൻ യോന പ്രവാചകന്റെ നീനവ, ആ നീനവക്കാരനാണോ? ആ സമയത്ത് അദ്ദേഹം അത്ഭുതത്തോടു കൂടി ചോദിക്കുകയാണ്, അത് താങ്കൾക്ക് എങ്ങനെ അറിയാം? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അദ്ദേഹം ദാക നബിയ്യുൻ, അദ്ദേഹം പ്രവാചകനാണ്, എൻ്റെ സഹോദരനാണ്, ഞാനും പ്രവാചകനാണ്. ആ സമയത്ത് പ്രവാചകന്റെ നെറ്റിയിൽ ചുംബിച്ച് അദ്ദാസ് തിരിച്ച് ഉതുബയുടെയും ഷൈബയുടെയും അരികിലേക്ക് വരികയാണ്. ആ സന്ദർഭത്തിൽ ഈ കാഴ്ചകൾ കാണുന്ന ഉതുബ ഷൈബയോട്, അവരിൽ ഒരാൾ രണ്ടാമനോട് പറയുകയാണ്, അദ്ദാസ് അവൻ വഴിപിഴച്ചിരിക്കുന്നു. അദ്ദാസ് വന്ന സന്ദർഭത്തിൽ അവര് പറയുകയാണ്, അദ്ദാസ് നീ എന്താണ് പ്രവർത്തിച്ചത്? നിനക്ക് നാശം, നിന്റെ മതം, നീ ഇപ്പോഴുള്ള ക്രിസ്തു മതമാണ് ഇതിനേക്കാളും നല്ല മതം. ആ സമയത്ത് അദ്ദാസ് പറയുകയാണ്, ഇതിനേക്കാളും ഉത്കൃഷ്ടനായ ഒരു വ്യക്തി ഈ ലോകത്ത് മറ്റൊരാളും ഇല്ല. ഒരാൾക്കും, ഒരു പ്രവാചകനല്ലാതെ മറ്റാർക്കും അറിയാൻ സാധ്യമല്ലാത്ത വിവരങ്ങളാണ് അദ്ദേഹം ഞാനുമായി പങ്കുവച്ചത്. അറബികൾക്ക് ആർക്കും ഇറാഖിലെ യൂനുസ് പ്രവാചകനെ സംബന്ധിച്ച് അറിയുകയില്ല. ഒരു പ്രവാചകനെ ഇത് തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ അദ്ദേഹം ഇസ്ലാം സ്വീകരിക്കുകയാണ്. സല്ലല്ലാഹു അലൈഹി വസല്ലമ അതിനുശേഷം അവിടെ നിന്ന് മക്കയിലേക്ക് തിരിച്ചു പോവുകയും മക്കയിലേക്കുള്ള വഴിയിൽ കർണുൽ മനാസിൽ എന്ന സ്ഥലത്തെത്തിയ സന്ദർഭത്തിലാണ് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് കാർമേഘങ്ങൾ തണൽ വിരിച്ചു കൊടുക്കുകയും പ്രവാചകൻ ആകാശത്തേക്ക് നോക്കിയപ്പോൾ ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാമിനെ കാണുകയും ഇമാം ബുഖാരി റഹ്മഹുല്ലാഹ് അദ്ദേഹത്തിന്റെ സ്വഹീഹിൽ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, ആ സമയത്ത് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം, പ്രവാചകരെ അങ്ങക്ക് വല്ല സഹായവും ആവശ്യമുണ്ടോ? എൻ്റെ കൂടെ മലക്കുൽ ജിബാൽ, പർവ്വതങ്ങളുടെ മലക്കുണ്ട്. മലക്കുൽ ജിബാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് സലാം പറയുകയും, പ്രവാചകരെ അങ്ങ് ഉദ്ദേശിക്കുകയാണെങ്കിൽ മക്കയിലെ ജബലു അബി ഖുബൈസും അതിനഭിമുഖമായി നിൽക്കുന്ന മലയും ആ രണ്ട് പർവ്വതങ്ങൾ എടുത്ത് അവരുടെ മേൽ വെക്കാമെന്ന് മലക്കുൽ ജിബാൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, ഒരു പ്രബോധകൻ ഉണ്ടായിരിക്കേണ്ട ഗുണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, അത് വേണ്ടതില്ല. ഒരു പക്ഷേ അവരുടെ സന്തതികളിൽ നിന്ന് അള്ളാഹുവിനെ മാത്രം ആരാധിക്കുന്ന, തൗഹീദ് അംഗീകരിക്കുന്ന ഒരു സന്തതി പരമ്പര അവരുടെ സന്താനങ്ങളിലൂടെ ഉണ്ടായേക്കാം എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. ഹുനൈൻ യുദ്ധത്തിന് ശേഷം ത്വായിഫ് ഇസ്ലാമിലേക്ക് കടന്നു വരികയാണ്. ഈ പറഞ്ഞ അദ്ദാസിന്റെ പേരിൽ അവിടെ മസ്ജിദുൽ അദ്ദാസ്, ആ ഇസ്ലാം സ്വീകരിച്ച ക്രിസ്ത്യാനിയായ അടിമയുടെ പേരിൽ ഇന്ന് അവിടെ പള്ളിയും കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അങ്ങനെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ത്വായിഫിൽ നിന്ന് പ്രയാസങ്ങളും പ്രതിസന്ധികളുമായി നടന്നു നീങ്ങുന്ന വഴിയിൽ ആകാശ ലോകത്തു നിന്നുള്ള അള്ളാഹുവിന്റെ സഹായം ലഭിച്ച നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സന്തോഷത്തോടുകൂടി വീണ്ടും മക്കയെ ലക്ഷ്യമാക്കി പ്രവാചകൻ നടന്നു നീങ്ങുകയാണ്. അങ്ങനെ വാദി നഖ്ല എന്ന സ്ഥലത്തെത്തിയപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ വിശ്രമിക്കുകയാണ്. രാത്രിയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നമസ്കാരം നിർവഹിക്കുകയും പരിശുദ്ധ ഖുർആൻ ഉറക്കയോതി പ്രവാചകൻ രാത്രി നമസ്കരിക്കുകയാണ്. ആ സന്ദർഭത്തിലാണ് അതുവഴി കടന്നുപോയ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഖുർആൻ പാരായണം കേൾക്കുന്നത്. വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ വഇദ് സറഫ്നാ ഇലൈക നഫറൻ മിനൽ ജിന്നി യസ്തമിഊനൽ ഖുർആന ഫലമ്മാ ഹദറൂഹു ഖാലു അൻസിതു. ഈ വാദി നഖ്ലയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുമ്പോൾ അതുവഴി കടന്നുപോയ ജിന്നുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്ദരമായ ഖുർആൻ ഓത്ത് കേൾക്കുകയും
അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിൽ ഉണർത്തുന്നത്. വഇദ് സറഫ്നാ ഇലൈക, പ്രവാചകരെ അങ്ങയുടെ അരികിലേക്ക് നാം പറഞ്ഞയച്ച സന്ദർഭം, നഫറം മിനൽ ജിന്നി, ജിന്നുകളിൽ നിന്ന് ഒരു കൂട്ടത്തെ, യസ്തമിഊനൽ ഖുർആന, അവർ ഖുർആൻ കേട്ടു, ഫലമ്മാ ഹദറൂഹു ഖാലു അൻസിതു, പ്രവാചകന്റെ അരികിൽ അവർ ഹാജരായ സന്ദർഭത്തിൽ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ അവരെത്തിയ സന്ദർഭത്തിൽ അവർ പറഞ്ഞു, ഖാലു അൻസിതു, നിങ്ങൾ മൗനം പാലിക്കുക, നിശബ്ദരാവുക. ഫലമ്മാ ഖുളിയ വല്ലൗ ഇലാ ഖൗമിഹിം മുൻദിരീൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതുന്നത് കേട്ടപ്പോൾ ആ ഖുർആനിൽ ആകൃഷ്ടരായി വിശ്വാസം സ്വീകരിച്ച് പിന്നീട് അവരുടെ ജനതയിലേക്ക് താക്കീതുകാരായി ആ ജിന്നുകൾ തിരിച്ചു പോവുകയാണ്. ഖാലൂ യാ ഖൗമന, എന്നിട്ട് ആ ജിന്നുകൾ അവരുടെ വർഗത്തിൽപ്പെട്ട ജിന്നുകളുടെ അരികിലേക്ക് പോയി അവർ പറയുകയാണ്, ഖാലൂ യാ ഖൗമന ഇന്നാ സമിഅനാ കിതാബൻ ഉൻസില മിൻ ബഅദി മൂസ മുസദ്ദിഖൻ ലിമാ ബൈന യദൈഹി യഹ്ദി ഇലൽ ഹഖ് വഇലാ ത്വരീഖിൻ മുസ്തഖീം. മൂസ പ്രവാചകന് ശേഷം സത്യത്തിലേക്ക് ക്ഷണിക്കുന്ന വേദവാക്യങ്ങൾ ഞങ്ങൾ കേട്ടിരിക്കുന്നു എന്ന ആശയം അവർ ജിന്നുകളുമായി പങ്കുവെക്കുകയാണ്. ഇതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിലേക്ക് എത്തുകയും ഹിറാ ഗുഹയിൽ താമസിക്കുകയും മക്കയിലേക്ക് എത്തുന്നതിന് മുമ്പ് സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹു നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, പ്രവാചകരെ, നമ്മെ പുറത്താക്കിയ ആ മക്കയിലേക്ക് നമ്മൾ എങ്ങനെ പ്രവേശിക്കും? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏത് പ്രതിസന്ധിയിലും തളരാതെ നിരാശനാവാതെ, ഏത് പ്രതിസന്ധിയിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഗുണം, പ്രവാചകന്റെ സ്വഭാവം, അള്ളാഹുവിലുള്ള പ്രതീക്ഷ കൈവിടാതെ അള്ളാഹുവിൽ പ്രതീക്ഷ അർപ്പിച്ച പ്രവാചകൻ സയ്യിദ് ഇബ്നു ഹാരിസ് റളിയല്ലാഹു അൻഹുവിനോട് പറയുകയാണ്, അല്ലാഹു നാസിറു ദീനിഹി വമുദ്ഹിറു ദീനിഹി, അള്ളാഹു അവന്റെ ദീനിനെ സഹായിക്കും, അള്ളാഹു എനിക്ക് സംരക്ഷണം ഒരുക്കും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തോട് പറയുകയാണ്. പ്രവാചകൻ ഹിറാ ഗുഹയിൽ നിന്ന് ഇറങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ വിട്ട് അഖ്നസിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളെ വിടുകയും എന്നിട്ട് സംരക്ഷണം ആവശ്യപ്പെടുകയാണ്. പക്ഷെ അദ്ദേഹം മറ്റു ഗോത്രവുമായി സഖ്യത്തിലുള്ളത് കാരണം പ്രവാചകന് സംരക്ഷണം നൽകാൻ സാധ്യമല്ല എന്നറിയിക്കുകയാണ്. ശേഷം സുഹൈൽ ഇബ്നു അംറിന്റെ അരികിലേക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആളയക്കുകയാണ്. അദ്ദേഹവും സമാനമായ കാരണം പറയുകയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുത്ഇം ബിൻ അദിയുടെ അരികിലേക്ക് ആളയക്കുകയും അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകന്റെ സംരക്ഷണം ഏറ്റെടുക്കുകയാണ്. അദ്ദേഹത്തിന്റെ മക്കളെ പ്രവാചകന്റെ കൂടെ വിടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അദ്ദേഹത്തിന്റെ മക്കളും അദ്ദേഹവും കഅബയുടെ അരികിലേക്ക് വരികയും അദ്ദേഹം പ്രവാചകന്റെ സംരക്ഷണം പരസ്യമായി ഏറ്റെടുക്കുകയാണ്. ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മക്കയിൽ കഴിച്ചുകൂടുകയും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പ്രബോധന പ്രവർത്തനങ്ങൾ നടത്താൻ സാധ്യമല്ലാതെ വരികയും മക്കക്കാരുടെ പീഡനങ്ങളും പ്രയാസങ്ങളും വീണ്ടും വർദ്ധിച്ച സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ശവ്വാൽ മാസത്തിലാണ് പ്രവാചകൻ ത്വായിഫിലേക്ക് പോകുന്നത്. അവിടെ നിന്ന് തിരിച്ചെത്തിയ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജ് സീസൺ ആയപ്പോൾ, ഹജ്ജിന്റെ സമയമാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സാധാരണ പ്രവാചകന്റെ പ്രവാചകത്വത്തിന്റെ 4-ാം വർഷമാണ് പരസ്യ പ്രബോധനം ആരംഭിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വ്യത്യസ്തങ്ങളായ അറബ് നാടുകളിൽ നിന്ന് വരുന്ന ഗോത്രങ്ങളെ സമീപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരെയെല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കും. പ്രവാചകൻ ഈ വർഷം ഹജ്ജ് സീസണായ സന്ദർഭത്തിൽ ഓരോ ഗോത്രങ്ങളെ സമീപിച്ച് അവരെ എല്ലാം ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഈ വർഷം മുതൽ അബൂത്വാലിബിന്റെ മരണത്തോടുകൂടി സംരക്ഷണം നഷ്ടപ്പെട്ട പ്രവാചകൻ സീറ ഗ്രന്ഥങ്ങളിൽ നമുക്ക് കാണാം, പ്രവാചകൻ ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ഓരോ ഗോത്രങ്ങളോടും തന്റെ സംരക്ഷണം ഏറ്റെടുക്കാൻ, പ്രബോധന പ്രവർത്തനങ്ങൾക്ക് സംരക്ഷണം ഒരുക്കി അവരോടൊപ്പം പ്രവാചകനെ കൊണ്ടുപോവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആവശ്യപ്പെടുകയാണ്. ആ വർഷം പലരുമായി പ്രവാചകൻ സംസാരിക്കുകയും ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു. പക്ഷേ ആരും ഇസ്ലാം സ്വീകരിക്കാനും അതുപോലെ തന്നെ പ്രവാചകന് സംരക്ഷണം ഒരുക്കാനും തയ്യാറായില്ല. അടുത്ത വർഷം പ്രവാചകത്വത്തിന്റെ
11-ാം വർഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹു അലി റളിയല്ലാഹു അൻഹുവാണ് ഈ സംഭവം റിപ്പോർട്ട് ചെയ്യുന്നത്. അലി റളിയല്ലാഹു അൻഹു പറയുകയാണ്, ഞാനും അബൂബക്കർ റളിയല്ലാഹു അൻഹുവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഓരോ ഗോത്രങ്ങളെ സമീപിച്ച് ഇസ്ലാമിലേക്ക് ക്ഷണിക്കുകയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു അദ്ദേഹം നസ്സാബാണ്. ഓരോ ഗോത്രങ്ങളെ സംബന്ധിച്ച്, അറേബ്യയിലെ വിവിധ ഗോത്രങ്ങളെ സംബന്ധിച്ച് കൃത്യമായി ധാരണയുള്ള വ്യക്തിയാണ്. അബൂബക്കർ റളിയല്ലാഹു അൻഹു ഓരോ ഗോത്രങ്ങളെ സമീപിച്ച് അവരോടൊപ്പം അവരെ പരിചയപ്പെടുകയും അവരോട് സംസാരിക്കുകയും, അങ്ങനെ ദുഹുൽ ഗോത്രം അതുപോലെ തന്നെ പല ഗോത്രങ്ങളുമായി ആകർഷകമായ സംഭാഷണങ്ങൾ നടക്കുകയാണ്. അങ്ങനെ അബൂബക്കർ റളിയല്ലാഹു അൻഹു ബനു ഷൈബാൻ ഇബ്നു സഅലബ് എന്ന് പറയുന്ന ഗോത്രത്തെ പരിചയപ്പെടുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, പ്രവാചകരെ, ഹൗലായി ഹുററുൻ നാസ്, ഇവർ വലിയ ഗോത്രമാണ്, വലിയ മഹത്വമുള്ള വലിയ ഒരു ഗോത്രമാണ്, ഇവരുമായി താങ്കൾ സംസാരിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ആ ഗോത്രത്തിന്റെ അരികിൽ ചെന്ന സന്ദർഭത്തിൽ, ഇന്ന് നമ്മൾ ഹജ്ജിന് പോയാൽ ഓരോ രാജ്യങ്ങൾക്കും ഓരോ ടെന്റുകൾ ഉള്ളതുപോലെ ഓരോ ഗോത്രങ്ങളും വ്യത്യസ്തങ്ങളായ ടെന്റുകളിൽ ആണ് ഉണ്ടാവുക. പ്രവാചകൻ ഈ ബനു ഷൈബാൻ ഇബ്നു സഅലബ ഗോത്രത്തെ സമീപിച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരുടെ മുമ്പിൽ ഇസ്ലാം പരിചയപ്പെടുത്തുകയാണ്. ആ ഗോത്രത്തിന്റെ തലവന്മാർ മുസന്ന ഇബ്നു ഹാരിസ്, അതുപോലെ തന്നെ നുഅ്മാൻ ഇബ്നു ശരീഖ്, ഹാനി ഇബ്നു ഖബീസ, അതുപോലെ തന്നെ മഫ്റൂഖ് ഇബ്നു അംർ, ഈ 4 പേരാണ്. ഇതിന്റെ മുൻനിരയിലുള്ളത് മഫ്റൂഖ് ഇബ്നു അംറാണ്. ഇബ്നു കസീർ റഹ്മത്തുള്ളാഹിയുടെ അൽ ബിദായ വന്നിഹായയിൽ നമുക്ക് കാണാം, ഈ മഫ്റൂഖ് ഇബ്നു അംറായിരുന്നു ആ 4 പേരിൽ ഏറ്റവും നല്ല വാചാലനായി അറബി ഭാഷയിൽ പ്രാവീണ്യമുള്ള വ്യക്തി മഫ്റൂഖ് ഇബ്നു അംറായിരുന്നു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അദ്ദേഹത്തെ സമീപിക്കുകയും ഇസ്ലാം പരിചയപ്പെടുത്തുകയും ചെയ്തു. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ ആകൃഷ്ടനായ മഫ്റൂഖ് ഇബ്നു അംർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിക്കുകയാണ്, ثم ما تدعو ايضا يا اخا قريش, അല്ലയോ സഹോദര, പിന്നീട് താങ്കൾ എന്തിലേക്കൊക്കെയാണ് ക്ഷണിക്കുന്നത്? ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിലെ സൂറത്തു അൻആമിലെ 151-ാമത്തെ ആയത്ത് ഓതുകയാണ്. ഖുൽ തആലൂ അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും അല്ലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന. ഖുൽ തആലൂ, നിങ്ങൾ വരിക, അത്ലു മാ ഹറമ റബ്ബുകും അലൈക്കും, നിങ്ങളുടെ രക്ഷിതാവ് ലോകത്തിന്റെ സൃഷ്ടാവ് നിങ്ങൾക്കുമേൽ ഹറാമാക്കിയ കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓതിത്തരാം. എന്തൊക്കെയാണത്? അല്ലാ തുശ്രികൂ ബിഹി ശൈഅ, നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കുചേർക്കരുത്. വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കൾക്ക് നന്മകൾ ചെയ്യണം. അതുപോലെ തന്നെ വലാ തഖ്തുലൂ ഔലാദകും മിൻ ഇംലാകിൻ നഹ്നു നർസുഖുകും വഇയ്യാഹും, ദാരിദ്ര്യം നിമിത്തം നിങ്ങൾ നിങ്ങളുടെ കുട്ടികളെ വധിച്ചു കളയരുത്, നിങ്ങൾക്കും അവർക്കും റിസ്ക് നൽകുന്നവൻ നാമാണ്. അതുപോലെ തന്നെ വലാ തഖറബുൽ ഫവാഹിഷ മാ ദഹറ മിൻഹാ വമാ ബതൻ, തിന്മകളിൽ നിന്ന് പരോക്ഷമായതും പ്രത്യക്ഷമായതുമായ ഒരു തിന്മകളെയും നിങ്ങൾ സമീപിക്കരുത്. വലാ തഖ്തുലുൻ നഫ്സല്ലതി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്, അകാരണമായി അല്ലാഹു പരിശുദ്ധമാക്കിയ ഒരു ശരീരത്തെയും നിങ്ങൾ വധിച്ചു കളയരുത്. അന്ന് ജാഹിലിയത്തിലുള്ള പ്രധാനപ്പെട്ട തിന്മകളെ നിരോധിച്ചുകൊണ്ട് അല്ലാഹു തആലയുടെ വാചകം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓതി കൊടുക്കുകയാണ്. ദാലികും വസ്സാകും ബിഹി ലഅല്ലകും തഅഖിലൂൻ, ഇതാണ് നിങ്ങൾ ആലോചിക്കാൻ, മനസ്സിലാക്കാൻ നിങ്ങൾക്ക് നൽകാനുള്ള ഉപദേശം. ഈ ആയത്ത് കേട്ട സന്ദർഭത്തിൽ ഖുർആനിന്റെ വാചക ഘടനയും ഖുർആനിന്റെ ആ സൗന്ദര്യവും അതിലാകൃഷ്ടനായി അറബി ഭാഷയിൽ വാചാലനായ പ്രാവീണ്യമുള്ള മഫ്റൂഖ് ഇബ്നു അംർ പറയുകയാണ്, ഫവല്ലാഹി മാ ഹാദാ മിൻ കലാമി അഹ്ലിൽ അർദ് വലൗ കാന മിൻ കലാമിഹിം ലഅറഫ്നാഹു, അല്ലാഹുവാണ്, ഇത് ഭൂമിയിലുള്ള ഒരു മനുഷ്യന്റെ സംസാരമല്ല, ഭൂമിയിലുള്ള മനുഷ്യന്റെ സംസാരമായിരുന്നുവെങ്കിൽ അത് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കുമായിരുന്നു. അങ്ങനെ അദ്ദേഹം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി ആകർഷകമായ സംഭാഷണങ്ങൾ നടക്കുകയും അദ്ദേഹം പറയുകയാണ്, എനിക്ക് മാത്രം കാര്യങ്ങൾ തീരുമാനിക്കാൻ സാധ്യമല്ല, മറ്റുള്ള ഗോത്ര തലവന്മാരുമായി കൂടി കാര്യങ്ങൾ ആലോചിക്കണം.
അവർ പറഞ്ഞു, നമുക്ക് അടുത്ത വർഷം വരെ കാത്തു നിൽക്കാം, താങ്കളും കാത്തു നിൽക്കുക. ഞങ്ങൾ പേർഷ്യക്കാരുമായി അതിർത്തി പങ്കിടുന്നവരാണ്. ഞങ്ങൾ താങ്കളുടെ ഈ ആദർശം സ്വീകരിച്ചാൽ അവരുമായി ഞങ്ങൾ തെറ്റേണ്ടി വരും. അവർ വലിയ സാമ്രാജ്യത്തിന്റെ വക്താക്കളാണ്. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുന്നുണ്ട്. പ്രവാചകന്റെ പ്രതീക്ഷയാണ്, വഹീന്റെ അടിസ്ഥാനത്തിൽ സംസാരിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവരോട് ചോദിക്കുകയാണ്, ആ പേർഷ്യയെ നിങ്ങൾ വിജയിച്ചടക്കിയാൽ നിങ്ങൾ ഹൽ തുഖദ്ദിസൂനഹു വതഹ്മിദൂനഹു, നിങ്ങൾ ഇസ്ലാം സ്വീകരിക്കുമോ, അല്ലാഹുവെ മഹത്വപ്പെടുത്തുമോ? അവർ പറഞ്ഞു, അല്ലാഹുമ്മ ഇന്നഹു ദാലിക്, തീർച്ചയായും പേർഷ്യയെ പരാജയപ്പെടുത്തിയാൽ ഞങ്ങൾ ഇസ്ലാം സ്വീകരിക്കും. പക്ഷെ അതെങ്ങനെ സാധിക്കും? പിന്നീട് വർഷങ്ങൾ കഴിഞ്ഞ് ഇവരുടെ നേതൃത്വത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹാബത്ത് പേർഷ്യയെ വിജയിച്ചടക്കുന്ന ചരിത്രമാണ് നമ്മൾ വായിക്കുന്നത്. അങ്ങനെ ആ ഗോത്രം ഇസ്ലാം സ്വീകരിക്കാൻ ആ വർഷം അവർ തയ്യാറായില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ നിന്നും നടന്ന് നീങ്ങുന്ന സമയത്ത് മിനയിലെ അഖബയുടെ അരികിലൂടെ, ജംറത്തുൽ കുബറയുടെ അരികിലുള്ള അഖബയിലൂടെ പ്രവാചകൻ നടന്നു നീങ്ങുമ്പോൾ ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏതാനും ചില ആളുകളുടെ സംസാരം കേൾക്കുകയാണ്. പ്രവാചകൻ ഉടനെ അവരുടെ അരികിലേക്ക് പോയി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുകയാണ്, മനിൽ ഖൗം, ആരാണ് നിങ്ങൾ? അവർ പറഞ്ഞു, 6 യുവാക്കളടങ്ങിയ ഒരു സംഘമാണത്. അവർ പറഞ്ഞു, ഞങ്ങൾ ഖസ്റജ് ഗോത്രക്കാരാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, മിൻ മവാലിൽ യഹൂദ്, ജൂതരുടെ അയൽവാസികളായ യഥ്രിബിലെ ഖസ്റജുകാരാണ്. അവർ പറഞ്ഞു, അതെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾക്ക് വിരോധമില്ലെങ്കിൽ അല്പനേരം നിങ്ങൾ ഇരിക്കുമോ? എനിക്ക് നിങ്ങളുമായി ചില കാര്യങ്ങൾ പങ്കുവെക്കാനുണ്ട്. അവർ പറഞ്ഞു, ആവാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവർക്ക് ഇസ്ലാം പരിചയപ്പെടുത്തി കൊടുക്കുകയും വതല അലൈഹിമുൽ ഖുർആൻ, ഖുർആൻ ഓതി കൊടുക്കുകയും ചെയ്തു. ആ സന്ദർഭത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സംസാരത്തിൽ ആകൃഷ്ടരായി അവര് പരസ്പരം, ഈ ഖസ്റജ് ഗോത്രക്കാർ അവര് പരസ്പരം പറയുകയാണ്, മദീനയിൽ നിരന്തരമായി ജൂതന്മാർ നമ്മളെ ഭീഷണിപ്പെടുത്തിയ ആ പ്രവാചകനായിരിക്കാം ഒരു പക്ഷേ ഇത്. മദീനയിൽ അവിടെയുള്ള അറബ് ഗോത്രമാണ് ഖസ്റജും ഔസും. ഈ ഔസ് ഖസ്റജ് ഗോത്രം മദീനയിലുള്ള ബനു നദീറ, ബനു ഖൈനുഖ, അതുപോലെ തന്നെ ബനു നദീറയും ബനു ഖുറൈദയും ബനു ഖൈനുഖ, ഈ 3 ജൂത ഗോത്രവുമായി ഔസ് ഖസ്റജ് ഗോത്രങ്ങൾ, അറബികൾ സംഘട്ടനത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ജൂതന്മാർ അറബികളെ ഭീഷണിപ്പെടുത്തിയിരുന്നു. ഒരു പ്രവാചകൻ വരാനുണ്ട്, ആ പ്രവാചകൻ മുഹമ്മദ് പ്രവാചകൻ ആഗതമായാൽ, അദ്ദേഹം വന്നാൽ അദ്ദേഹത്തെ ഞങ്ങൾ പിന്തുടരുകയും അദ്ദേഹത്തോടൊപ്പം ചേർന്ന് നിങ്ങൾക്കെതിരെ ഞങ്ങൾ യുദ്ധം ചെയ്യുകയും ആദ് ഇറം ഗോത്രത്തെ തകർത്തതുപോലെ നിങ്ങളെ ഞങ്ങൾ വധിച്ചു കളയുമെന്ന് ജൂതന്മാർ നിരന്തരം ഇവരെ ഭീഷണിപ്പെടുത്തിയിരുന്നു. അതിനെ സംബന്ധിച്ചാണ് അല്ലാഹു തആല സൂറത്തു ബഖറയിലെ 89-ാമത്തെ ആയത്തിൽ അല്ലാഹു വിശദീകരിക്കുന്നത്. അതിന്റെ വ്യാഖ്യാനം നമ്മളൊന്ന് വായിച്ചു നോക്കുക. അമാനി മൗലവിയുടെ തഫ്സീറിൽ അതിന്റെ വ്യാഖ്യാനമുണ്ട്. വലമ്മാ ജാഅഹും കിതാബുൻ മിൻ ഇൻദില്ലാഹി മുസദ്ദിഖുൻ ലിമാ മഅഹും വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, അവർക്ക് വേദഗ്രന്ഥവുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വന്നപ്പോൾ, എന്നിട്ട് അല്ലാഹു തആല പറയുകയാണ്, അവരതിനെ നിഷേധിച്ചു കളഞ്ഞു. വകാനൂ മിൻ ഖബ്ലു യസ്തഫ്തിഹൂന അലല്ലദീന കഫറൂ, ഇതിനു മുമ്പ് അവർ അറബികളോട്, സത്യനിഷേധികളായ ഇസ്ലാം സ്വീകരിച്ചിട്ടില്ലാത്ത ആളുകളോട് ഈ പ്രവാചകനെയും വേദഗ്രന്ഥത്തെ കൊണ്ട് അവർ വിജയം നടിച്ചിരുന്നു എന്നത് അതിനെ സൂചിപ്പിച്ചാണ് അല്ലാഹു തആല ഈ സൂക്തത്തിൽ പറയുന്നത്. ഇത് മനസ്സിലാക്കിയ ഈ ഖസ്റജ് ഗോത്രക്കാർ അവർ ഉടനെ ഇസ്ലാം സ്വീകരിക്കുകയാണ്. ശേഷം അവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറയുകയാണ്, ഞങ്ങളുടെ ജനത എന്ന് പറയുന്നത് പരസ്പരം തമ്മിൽ തല്ലുന്ന, പരസ്പരം പോരടിക്കുന്ന വിഭാഗമാണ് ഞങ്ങളുടേത്. ഔസ് ഖസ്റജ് ഗോത്രം നിരന്തരം യുദ്ധത്തിൽ ഏർപ്പെടുന്നവരാണ്. ഹർബുൽ ബുആദ് എന്ന് പറയുന്ന യുദ്ധം ചരിത്രത്തിൽ പ്രസിദ്ധമാണ്. ഇങ്ങനെ പരസ്പരം പോരടിക്കുന്ന ഒരു ജനതയാണ് ഞങ്ങൾ. ഒരു പക്ഷേ അല്ലാഹു താങ്കൾ മുഖേന ഞങ്ങളെ ഒരുമിപ്പിച്ചേക്കാം. അങ്ങനെ സംഭവിക്കുന്ന പക്ഷം താങ്കളെക്കാളും ശക്തനായ ഒരു വ്യക്തി അറബികൾക്കിടയിൽ ഉണ്ടാവുകയില്ല എന്ന് പറയുകയും, ഞങ്ങൾ ഈ മനസ്സിലാക്കിയ സത്യത്തിലേക്ക് ഞങ്ങളുടെ നാട്ടിലുള്ള ജനതയെ ഞങ്ങൾ ക്ഷണിക്കാം എന്ന് പറഞ്ഞ് ഈ 6 പേർ മദീനയിൽ പോയി അവർ ഇസ്ലാമിക പ്രബോധനം ആരംഭിക്കുകയാണ്.
തൊട്ടടുത്ത വർഷം അഥവാ പ്രവാചകത്വത്തിന്റെ 12-ാം വർഷം ഈ വന്ന 6 പേരിൽ 5 പേർ ഉൾപ്പെടെ 12 പേർ, ഔസ് ഹസ്റജ് ഗോത്രത്തിൽപ്പെട്ട 12 പേർ മക്കയിലേക്ക് വരികയാണ്. ഹജ്ജിന്റെ സമയത്ത് അവർ വരികയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അഖബയിൽ വെച്ച് കണ്ടുമുട്ടുകയും ഇസ്ലാം അനുസരിച്ച് ജീവിക്കാമെന്ന് ഉടമ്പടി ചെയ്യുകയും ചെയ്യുമാണ്. ബൈഅത്തുൻ നിസാ എന്നാണ് നമുക്കത് ചരിത്ര ഗ്രന്ഥങ്ങളിൽ കാണാം. അവർ ബൈഅത്തുൻ നിസാ, സ്ത്രീകളുടെ ബൈഅത്ത് എന്ന് പറയുന്നത് യുദ്ധങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളതല്ല, ഇസ്ലാമികമായി ജീവിക്കാം എന്നതാണ് സ്ത്രീകളുടെ ബൈഅത്ത്. ആ ഒരു ബൈഅത്ത് ഇസ്ലാമിക നിയമങ്ങളനുസരിച്ച് ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ച് വ്യഭിചാരമില്ലാതെ മോഷണമില്ലാതെ ജീവിക്കാമെന്ന് ഇവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഉടമ്പടി ചെയ്യുകയും അങ്ങനെ അവർ മദീനയിലേക്ക് മടങ്ങുന്നവരോടൊപ്പം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു അവർക്ക് ഇസ്ലാമിക നിയമങ്ങൾ പഠിപ്പിക്കാനും പ്രബോധന പ്രവർത്തനങ്ങൾക്ക് വേണ്ടി അവരോടൊപ്പം അയക്കുകയാണ്. അങ്ങനെ അദ്ദേഹം അവരോടൊപ്പം പോയി അസ്അദ് ഇബ്നു സുറാറയുടെ വീട്ടിൽ അതിഥിയായി കഴിച്ചുകൂടി മദീനയുടെ ഓരോ വീടുകളിലും ചെന്ന് ബനു അബ്ദുൽ അശ്ഹൽ ഗോത്രവും ബനു ഗഫർ ഗോത്രത്തിലും ചെന്ന് ഇസ്ലാം പ്രചരിപ്പിക്കുകയാണ്. ഓരോ വീടുകളിലും മദീനയിലെ ഈ ഗോത്രങ്ങൾക്കിടയിലെ എല്ലാ വീടുകളിലും ഇസ്ലാമിന്റെ വെളിച്ചമെത്തുകയും അടുത്ത വർഷം അവിടെയുള്ള ബൗദ്ധ വിശ്വാസികളോടൊപ്പം 75ഓളം വിശ്വാസികൾ ഇസ്ലാം സ്വീകരിച്ചവർ പ്രവാചകത്വത്തിന്റെ 13-ാം വർഷം മക്കയിലേക്ക് ഹജ്ജിന് വേണ്ടി വരികയാണ്. വരുന്ന കൂട്ടത്തിൽ ഈ വിശ്വാസികളായ നവമുസ്ലിമീങ്ങളായ അവർ സംസാരിക്കുകയാണ്, എത്ര നാൾ നമ്മൾ മക്കയുടെ മലഞ്ചെരുവുകൾക്കിടയിൽ പ്രവാചകനെ ആട്ടിയകറ്റപ്പെട്ടവനായി മർദ്ദിക്കപ്പെടുന്നവനായി എത്ര നാൾ പ്രവാചകനെ നാം അവിടെ ഉപേക്ഷിക്കും? നമുക്ക് പ്രവാചകനെ മദീനയിലേക്ക് ക്ഷണിക്കാം എന്ന് പറഞ്ഞ് ഇവർ മക്കയിലേക്ക് വരികയാണ്. മക്കയിലേക്ക് വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുമായി കണ്ടുമുട്ടുകയും ദുൽഹിജ്ജ 12-ന് അയ്യാമത്ത് ശരീക്കിന്റെ 2-ാം ദിവസം അഖബയിൽ വെച്ച് കണ്ടുമുട്ടാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ധാരണയാവുകയാണ്. അങ്ങനെ ദുൽഹിജ്ജ 12-ന് രാത്രിയുടെ 1/3 പിന്നിട്ട സന്ദർഭത്തിൽ സ്വഹാബത്ത് 2 സ്ത്രീകളും 73 പുരുഷന്മാരും അടങ്ങുന്ന മദീനയിലെ വിശ്വാസികൾ അഖബയുടെ പരിസരത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും കാത്തു നിൽക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വരികയും അബ്ബാസ് റളിയല്ലാഹു അൻഹു ആ സമയത്ത് നബിയുടെ കൂടെ വരുന്നത്. അദ്ദേഹം ആ സമയത്ത് ഇസ്ലാം സ്വീകരിച്ചിട്ടില്ല. അദ്ദേഹം അവരോട് സംസാരിക്കുകയും മുഹമ്മദിന് ഞങ്ങളുടെ നാട്ടിൽ വലിയ സ്ഥാനമുണ്ട്, അദ്ദേഹത്തിൽ ഞങ്ങൾ വിശ്വസിച്ചിട്ടില്ലെങ്കിലും മുഹമ്മദിന് ഇപ്പോൾ ഇവിടെ ഞങ്ങളുടെ സംരക്ഷണത്തിലാണ് മുഹമ്മദ് ജീവിക്കുന്നത്, നിങ്ങൾക്ക് അദ്ദേഹത്തിന്റെ സംരക്ഷണം പൂർണ്ണാർത്ഥത്തിൽ സ്വീകരിക്കാൻ കഴിയുമെങ്കിൽ മാത്രം അദ്ദേഹത്തെ നിങ്ങൾ കൊണ്ടുപോവുക എന്ന് സംസാരിക്കുകയും ശേഷം മദീനയിൽ നിന്ന് വന്ന അവർ പറയുകയാണ്. ഇനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കഅബ് ഇബ്നു മാലിക് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിലും ചരിത്ര ഗ്രന്ഥങ്ങളിലും കാണാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സംസാരിക്കട്ടെ എന്ന് പറയുകയും പ്രവാചകൻ അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇസ്ലാമിനെ പരിചയപ്പെടുത്തുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖുർആൻ ഓതി കേൾപ്പിക്കുകയും അവരെ ഇസ്ലാമിലേക്ക് പ്രേരിപ്പിക്കുകയും ചെയ്യുകയാണ്. ശേഷം പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ എനിക്ക് സംരക്ഷണം ഒരുക്കണം. ആ സന്ദർഭത്തിൽ അവിടെ ഒരുമിച്ച് കൂടിയ മദീനയിലെ ആ വിശ്വാസികൾ ഒന്നടങ്കം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ ബൈഅത്ത് ചെയ്യുകയാണ്. ഞങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ പ്രവാചകരെ, ഞങ്ങളുടെ സമ്പത്ത് നശിച്ചാലും ഞങ്ങളുടെ ശരീരം നശിച്ചാലും അങ്ങേക്ക് ഞങ്ങളുടെ ഭാര്യമാരെ സംരക്ഷിക്കുന്നത് പോലെ അങ്ങയെ ഞങ്ങൾ സംരക്ഷിക്കാമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം അവർ ഉടമ്പടി ചെയ്യുകയാണ്. ഇതാണ് 2-ാം അഖബ ഉടമ്പടി എന്ന് ചരിത്രത്തിൽ വലിയ അഖബ ഉടമ്പടി എന്ന പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചരിത്രത്തിൽ അറിയപ്പെടുന്നത്. അങ്ങനെ അവർ മദീനയിലേക്ക് തിരിച്ചു പോവുകയാണ്. അവിടെ മുതൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് തനിക്ക് രാഷ്ട്രീയമായ എല്ലാവിധ സുരക്ഷയും സംരക്ഷണവും തനിക്കും തന്റെ സഹാബത്തിനും മദീനയിൽ പരിപൂർണമായ സുരക്ഷ ലഭിക്കുമെന്ന് മനസ്സിലാക്കിയതിന് ശേഷം മദീനയിൽ ഒരു ഇസ്ലാമിക സമൂഹം വളർന്നു വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് മദീനയിലേക്ക് പോകാനുള്ള ഹിജ്റ പോകാനുള്ള അനുവാദം നൽകുകയാണ്. മുമ്പ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന ഹദീസിൽ കാണാം, എനിക്ക് സ്വപ്നത്തിൽ ഞാൻ ഹിജ്റ പോകുന്ന നാട്
എനിക്ക് സ്വപ്നത്തിൽ കാണിക്കപ്പെട്ടിരുന്നു. രണ്ട് പർവ്വതങ്ങൾക്കിടയിലുള്ള ഈത്തപ്പന നാട് ആയിരുന്നു. ഈത്തപ്പനകൾ തിങ്ങി നിറഞ്ഞ നാടായിരുന്നു ഞാൻ സ്വപ്നത്തിൽ കണ്ടത്. ഞാൻ വിചാരിച്ചത് അത് യമാമ എന്നാണ്. പിന്നീടാണ് എനിക്കത് മദീനയാണ് എന്ന് തിരിച്ചറിഞ്ഞത്. മദീനയെ ഹിജ്റയുടെ നാടായി തിരഞ്ഞെടുക്കാനുള്ള പല കാരണങ്ങളുണ്ട്. മദീനയുടെ പ്രകൃതിപരമായി രണ്ട് മലനിരകൾക്കിടയിലാണ്. അതുപോലെ തന്നെ പല സവിശേഷതകളും ആ നാടിനുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഹാബത്തിന് അനുവാദം നൽകി. സഹാബികൾ ഓരോരുത്തരായി, സഹാബികളിൽ ചിലർ തനിച്ചും കുടുംബവുമായും സുഹൃത്തുക്കളായും, അല്ലെ, മഹാനായ സുഹൈബ് റൂമി അദ്ദേഹം തനിച്ചാണ് ഹിജ്റ പോയത്. അതുപോലെ തന്നെ അബൂ സലമ അദ്ദേഹത്തിന്റെ കുടുംബത്തോടൊപ്പമാണ് ഹിജ്റക്ക് പുറപ്പെട്ടത്. അതുപോലെ തന്നെ അബൂബക്കർ റളിയല്ലാഹു അൻഹു, അയ്യാഷും മറ്റു സഹാബികൾ സുഹൃത്തുക്കളോടൊപ്പം ചെറിയ ചെറിയ സംഘങ്ങളായി മദീനയെ ലക്ഷ്യമാക്കി ഹിജ്റ പോവുകയാണ്. ശത്രുക്കൾ ഖുറൈശികൾ അവരുടെ ശ്രദ്ധയിൽപ്പെട്ടവരെയൊക്കെ തടഞ്ഞു നിർത്തി. എങ്കിലും മദീനയെ ലക്ഷ്യമാക്കി സഹാബത്ത് നിരന്തരം അവർ ഹിജ്റ പോയിക്കൊണ്ടേയിരുന്നു. അങ്ങനെ അഖബ ഉടമ്പടി കഴിഞ്ഞ് 2 മാസം കഴിഞ്ഞ് ഏകദേശം സഫർ 26 ആയപ്പോഴേക്കും മക്കയിൽ നിന്ന് മഹാഭൂരിഭാഗം സഹാബത്തും മദീനയിലേക്ക് ഹിജ്റ ചെയ്ത് എത്തിക്കഴിഞ്ഞു. ഈ സമയത്ത് ഈ രംഗം വീക്ഷിക്കുന്ന ഖുറൈശികൾ, മക്കയിലുള്ള മഹാഭൂരിഭാഗം ആളുകളും മദീനയിലേക്ക് ഹിജ്റ ചെയ്തു കഴിഞ്ഞു. ആ സമയത്ത് ഖുറൈശികൾ പരിഭ്രാന്തരാവുകയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ നേതൃത്വം, മക്കയിലുള്ള മുഹാജിറുകൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ അനുസരിക്കുന്നതിലുള്ള അവരുടെ കണിശത, അതുപോലെ തന്നെ ഔസ് ഖസ്റജ് ഗോത്രം, ഇതുവരെ തമ്മിൽ തല്ലിയിരുന്ന ഔസ് ഖസ്റജ് ഗോത്രം അവർ ഐക്യപ്പെട്ടു. അവരുടെ കൂടെ മുഹമ്മദ് കൂടി ഇനി മദീനയിലെത്തിയാൽ മദീനയിൽ പുതിയൊരു ഇസ്ലാമിക സമൂഹം വളർന്നു വരും. തങ്ങളുടെ ബൗദ്ധൈവാരാധന, ബിംബാരാധന തകർന്ന് തരിപ്പണമാവുകയും അതിനപ്പുറം ഖുറൈശികൾ പരിഭ്രാന്തരാവാനുള്ള കാരണം അവരുടെ സാമ്പത്തിക ഭദ്രതയുടെ അടിത്തറ തകരുമെന്ന് ഖുറൈശികൾ മനസ്സിലാക്കുകയാണ്. കാരണം മദീന എന്ന് പറയുന്നത് സിറിയയിലേക്കുള്ള കച്ചവട യാത്രയിൽ തന്ത്രപ്രധാനമായ ഒരു സ്ഥലമാണ് മദീന. ഖുറൈശികൾ വർഷത്തിൽ 2 ലക്ഷം ദീനാറിന്റെ കച്ചവടം സിറിയയിലേക്ക് നടത്തിയിരുന്നു. അതെല്ലാം ആ കച്ചവടം നടന്നിരുന്നത് സുരക്ഷിതമായ ഈ പാതയിലൂടെയാണ്, മദീനയിലൂടെയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടെ എത്തിയാൽ തങ്ങളുടെ കച്ചവടത്തെയും ഇത് ബാധിക്കും. ഭാവിയിൽ മക്കയുടെ എല്ലാ അർത്ഥത്തിലും മക്കയെ ഇത് ബാധിക്കുമെന്ന് തിരിച്ചറിഞ്ഞ ശത്രുക്കൾ അവർ പരസ്പരം സംസാരിക്കുകയും അതിനെ സംബന്ധിച്ച് അവർ ഒരു ചർച്ച ചെയ്യാൻ ഖുറൈശികളുടെ പാർലമെന്റ് വിളിച്ചു കൂട്ടുകയാണ്. അങ്ങനെ ഖുസയ്യ് ഇബ്നു കിലാബിന്റെ വീട്ടിൽ അവരുടെ ദാറുൻ നദുവയിൽ സഫർ മാസം 26-ാം തീയതി ഖുറൈശികൾ ഒരുമിച്ച് കൂടുകയാണ്. ഖുറൈശി ഗോത്രത്തിലെ ഉപശാഖ, ഖുറൈശികളിലെ ഉപശാഖയിൽപ്പെട്ട പ്രധാനപ്പെട്ട പ്രമുഖരായ ഖുറൈശികൾ ആ മീറ്റിംഗിൽ പങ്കെടുക്കുകയാണ്. എന്ത് ചെയ്യണം? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും അബൂബക്കർ റളിയല്ലാഹു അൻഹും ഏതാനും ചില സഹാബത്തും മാത്രമാണ് ബാക്കിയുള്ളത്. മുഹമ്മദിന്റെ വിഷയത്തിൽ നമ്മൾ എന്ത് ചെയ്യണം? അദ്ദേഹം അവിടെ എത്തിയാൽ കാര്യങ്ങളെല്ലാം കൈവിട്ടു പോകും. എന്ത് നമ്മൾ ചെയ്യും? ആ സമയത്ത് ഓരോരുത്തരായി അവരുടെ മീറ്റിംഗ് തുടങ്ങുന്ന സന്ദർഭത്തിൽ അവിടെ ദാറുൻ നദുവയുടെ ഡോറിൽ ഒരു വൃദ്ധന്റെ വേഷത്തിൽ പിശാച് വരികയാണ്. അവർ ചോദിക്കുകയാണ്, മനിശൈഖ്, ആരാണ് നിങ്ങൾ? ആ സമയത്ത് പിശാച് പറയുകയാണ്, ഷെയ്ഖും മിൻ നജ്ദ്, ഞാൻ നജ്ദിൽ നിന്നുള്ള ഒരു ഷെയ്ഖാൻ. നിങ്ങളുടെ ഈ മീറ്റിങ്ങിനെ സംബന്ധിച്ച് വിവരം ലഭിക്കുകയും ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കാനും ഇതിലുള്ള കാര്യങ്ങൾ കേൾക്കാനും ഇതിൽ വിലയേറിയ അഭിപ്രായങ്ങൾ പങ്കുവെക്കാനുമാണ് ഞാൻ ഇവിടെ വന്നിട്ടുള്ളത്. ആ സമയത്ത് അവർ ആ വൃദ്ധന്റെ വേഷത്തിൽ വന്ന വ്യക്തിക്ക്, ഇബ്ലീസിന്, ആ മീറ്റിങ്ങിൽ പങ്കെടുക്കാനുള്ള അനുവാദം നൽകുകയാണ്. അങ്ങനെ മീറ്റിംഗ് ആരംഭിച്ചു. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ എന്ത് ചെയ്യണം? അബുൽ ബുഖ്തരി എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, അദ്ദേഹത്തെ യഹ്ബിസൂഹു ബിൽ ഹദീദ് വഅഗ്ലിഖു അലൈഹിൽ ബാബ, അദ്ദേഹത്തെ നിങ്ങൾ ചങ്ങലയിൽ ബന്ധിച്ച് ഒരു റൂമിൽ ബന്ധനസ്ഥനാക്കുക. ആ സമയത്ത് ഇബ്ലീസ് ആ വൃദ്ധന്റെ വേഷത്തിൽ, മനുഷ്യ വേഷത്തിൽ വന്ന പിശാച് ഇടപെടുകയാണ്. വല്ലാഹി മാ ഹാദാ ലക്കും ബിറഅയി, ഇത് നല്ലൊരു അഭിപ്രായമായി എനിക്ക് തോന്നുന്നില്ല. അദ്ദേഹത്തെ നിങ്ങൾ ചങ്ങലയിൽ ബന്ധിച്ച് തടവറയിൽ ബന്ധിപ്പിച്ചാൽ അദ്ദേഹത്തെ ശരീരത്തെക്കാളും
സ്വന്തം ശരീരത്തെക്കാളും ഇഷ്ടപ്പെടുന്ന മദീനയിലെത്തിയ അദ്ദേഹത്തിന്റെ അനുചരന്മാർ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുണ്ടോ? അതുകൊണ്ട് ഇതല്ലാത്ത വേറെന്തെങ്കിലും ഒരു അഭിപ്രായം ആർക്കെങ്കിലും പങ്കുവെക്കാനുണ്ടോ? പിന്നെ അവിടെ ആ മീറ്റിംഗ് നിയന്ത്രിക്കുന്ന രൂപത്തിലേക്ക് പിശാച് മാറുകയാണ്. രണ്ടാമതായി അസ്വദ് ഇബ്നുൽ അനസ് എന്ന് പറയുന്ന വ്യക്തി പറയുകയാണ്, മുഹമ്മദിനെ നമുക്ക് നമ്മുടെ നാട്ടിൽ നിന്ന് നാടുകടത്താം എങ്കിൽ അദ്ദേഹത്തിന്റെ ഉപദ്രവം നമുക്ക് നീങ്ങിക്കൊള്ളും. അദ്ദേഹത്തെ ഏതെങ്കിലും അന്യ നാട്ടിലേക്ക് നമുക്ക് നാടുകടത്താം. ആ സന്ദർഭത്തിൽ പിശാച് ഇടപെടുകയാണ്. ലാ വല്ലാഹി മാ ഹാദാ ലകും ബിറഅയി, ഇത് നല്ലൊരു അഭിപ്രായമായി എനിക്ക് തോന്നുന്നില്ല. എന്നിട്ട് പിശാച് ചോദിക്കുകയാണ്, ഈ റമദാനിൽ ഏതാനും 5 ദിവസങ്ങൾ ബാക്കി നിൽക്കുന്ന ഈ സന്ദർഭത്തിൽ അല്ലാഹു തആല അവന്റെ കലാമാകുന്ന പരിശുദ്ധ ഖുർആൻ അവതരിപ്പിച്ച ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിക്കുന്ന ഈ രാവിൽ അല്ലാഹുവിന്റെ കലാം അവതരിപ്പിച്ച ഈ സന്ദർഭത്തിൽ ഖുർആനിന്റെ ആ ശക്തിയാണ് പിശാച് അല്ലാഹുവിനെ മനസ്സിലാക്കിയ മലക്കുകളുടെ സ്ഥാനത്തേക്ക് ഉയർന്ന പിശാച് അവരോട് ചോദിക്കുകയാണ്, അന്യ നാട്ടിലേക്ക് മുഹമ്മദിനെ നാടുകടത്തിയാൽ അലം തറൗ ഹുസ്ന ഹദീസി, മുഹമ്മദ് സംസാരിക്കുന്ന ഖുർആനിന്റെ ഭംഗി നിങ്ങൾക്ക് അറിയുന്നതല്ലേ? വഹലാവത മൻതിഖിഹി, ആ ഖുർആനിന്റെ മാധുര്യം നിങ്ങൾക്ക് അറിയുന്നതല്ലേ? വഗലബതിഹി അലാ ഖുലൂബിർ റിജാൽ, മനുഷ്യ മനസ്സുകളെ സ്വാധീനിക്കാനുള്ള അതിജയിക്കാനുള്ള ഖുർആനിന്റെ ശക്തി നിങ്ങൾക്കറിയുന്നതല്ലേ? അതുകൊണ്ട് അദ്ദേഹത്തെ ഏത് നാട്ടിലേക്ക് നിങ്ങൾ നാടുകടത്തിയാലും ആ നാട്ടിൽ പോയി ഖുർആൻ ഓതിയാൽ ആ നാട്ടുകാർ ഇസ്ലാം സ്വീകരിച്ച് അദ്ദേഹം തിരിച്ച് ഈ നാട്ടിലേക്ക് വരും. അതുകൊണ്ട് ഇത് നല്ല അഭിപ്രായമായി എനിക്ക് തോന്നുന്നില്ല. വേറെ വല്ല അഭിപ്രായം? ആ സമയത്ത് അബൂജഹൽ അവസാനമായ ഒരു അഭിപ്രായം പറയുകയാണ്, അദ്ദേഹത്തെ കൊല്ലുകയല്ലാതെ വേറൊരു മാർഗം പരിഹാരമില്ല. പക്ഷെ അദ്ദേഹത്തെ കൊല്ലുമ്പോൾ ഏതെങ്കിലും ഒരു ഗോത്രത്തിലെ ഒരാളായിരിക്കരുത് അദ്ദേഹത്തെ വധിക്കുന്നത്. അങ്ങനെ വധിച്ചാൽ ബനൂ ഹാഷിം ഗോത്രം ആ ഗോത്രത്തിനെതിരെ യുദ്ധപ്രഖ്യാപനം നടത്തും. അതില്ലാതിരിക്കാൻ 11 ഖുറൈശി ഉപഗോത്രത്തിലെ 11 ഗോത്രത്തിലെ ഓരോ യുവാക്കളും പങ്കെടുത്ത് ഓരോ ഗോത്രത്തിൽ നിന്നും ഓരോരുത്തർ, അങ്ങനെ 11 ഗോത്രത്തിൽ നിന്ന് ഓരോരുത്തർ പങ്കെടുത്ത് അദ്ദേഹത്തിന്റെ കൊലയിൽ എല്ലാവരും പങ്കാളികളാവണം. എങ്കിൽ ബനൂ ഹാഷിം ഗോത്രം ഈ 11 ഗോത്രത്തിനുമെതിരെ യുദ്ധത്തിന് മുതിരുകയില്ല. അവർ ബ്ലഡ് മണി സ്വീകരിച്ച് സമാധാനമടഞ്ഞുകൊള്ളും. ആ സമയത്ത് പിശാച്, മനുഷ്യവേഷത്തിലുള്ള പിശാച് പറയുകയാണ്, അൽ ഖൗലു മാ ഖാല ഹാദർ റജുൽ, ഇയാൾ പറഞ്ഞതാണ് ശരിയായ അഭിപ്രായം, ഇതാണ് നടപ്പിലാക്കേണ്ടത്. ആ അഭിപ്രായം, ആ അജണ്ട നടപ്പിലാക്കാൻ ഖുറൈശികൾ സഫർ മാസം 26-ാം തീയതി പ്രഭാതത്തിൽ ചേർന്ന ആ മീറ്റിംഗിൽ അജണ്ട നടപ്പിലാക്കാൻ അവർ പിരിയുകയാണ്. ആ സമയത്താണ് അല്ലാഹു തആല ആകാശത്തിന്റെ ഉപരിയിൽ നിന്ന് ആ മീറ്റിംഗ് ഒപ്പിയെടുത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് പിന്നീട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു തആല അത് അറിയിച്ചു കൊടുക്കുന്നത് ഖുർആനിൽ നമുക്ക് കാണാം. വൈദ് യംകുറു ബികല്ലദീന കഫറു, പ്രവാചകരെ താങ്കൾക്കെതിരെ സത്യനിഷേധികൾ തന്ത്രം ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. എന്താണ് അവർ നടത്തിയത്? ലിയുസ്ബിതൂക, അങ്ങയെ ബന്ധനസ്ഥനാക്കാൻ, ഔ യഖ്തുലൂക, അല്ലെങ്കിൽ താങ്കളെ വധിക്കാൻ. ആ മീറ്റിംഗിൽ നടന്ന ഓരോ കാര്യങ്ങൾ അല്ലാഹു ഉദ്ധരിക്കുകയാണ്. താങ്കളെ ബന്ധനസ്ഥനാക്കാൻ, ലിയുസ്ബിതൂക ഔ യഖ്തുലൂക, അല്ലെങ്കിൽ താങ്കളെ കൊല്ലാൻ, ഔ യുഖ്രിജൂക, അല്ലെങ്കിൽ താങ്കളെ നാട് കടത്താൻ അവർ ഗൂഢാലോചന നടത്തിയിട്ടുണ്ട്. വയംകുറൂന വയംകുറുല്ലാഹ്, അവർ തന്ത്രം മെനയുകയാണ്. അല്ലാഹുവും തന്ത്രം മെനയുന്നതാണ്. അവർ മീറ്റിംഗ് കഴിഞ്ഞു പിരിഞ്ഞു. ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം വഹിയുമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിലേക്ക് വരികയാണ്. എന്നിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അവർ നടത്തിയ ഗൂഢാലോചനയെ സംബന്ധിച്ച് പറഞ്ഞു കൊടുക്കുകയും എന്നിട്ട് ലാ തബിത് അലാ ഫിറാശികല്ലദീ കുൻത തബീതു അലൈഹി ബില്ലംസ്, താങ്കൾ ഇന്നലെ വരെ കിടന്ന താങ്കളുടെ വിരിപ്പിൽ ഇന്ന് താങ്കൾ കിടക്കരുത് എന്ന് പറയുകയും ഹിജറക്കുള്ള അനുവാദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് നൽകുകയും ചെയ്യുകയാണ്. അതിന് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ സഫർ ആ ദിവസം 26-ാം തീയതി മഗ്രിബായി 27-ാം തീയതി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തന്റെ വീട്ടിൽ നിന്ന് പുറപ്പെടുന്നതും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുന്നതും ശേഷം 3 ദിവസം കഴിഞ്ഞതിന് ശേഷം തൗർ ഗുഹയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇറങ്ങി 8 ദിവസത്തെ യാത്രക്ക് ശേഷമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലെത്തുന്നത്. ആ
നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവരുടെ മീറ്റിംഗ് കഴിഞ്ഞ് രാത്രിയിൽ പ്രവാചകന്റെ വീട്ടിൽ നിന്ന് ഇറങ്ങി, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ വീട്ടിൽ നിന്ന് ഇറങ്ങി കാബയുടെ മുറ്റത്ത് ഹസ്വറയിൽ വെച്ച് അവിടെ വെച്ച് കാബയിലേക്ക് നോക്കി പ്രാർത്ഥിക്കുകയും ശേഷം അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിലേക്ക് പോവുകയും അബൂബക്കർ റളിയല്ലാഹുവിന്റെ വീട്ടിൽ നിന്ന് പുറകിലത്തെ ഡോറിലൂടെ തൗർ ഗുഹയിൽ അഭയം പ്രാപിക്കുകയും ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ 3 ദിവസം കഴിഞ്ഞപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി മദീനയിലേക്ക് യാത്ര പോവുകയാണ്. ആ യാത്ര നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മദീനയിലേക്കുള്ള ഹിജ്റയിലെ 8 ദിവസത്തെ യാത്രയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കടന്നുപോയ സ്ഥലങ്ങൾ, ആ കടന്നുപോയ സ്ഥലങ്ങളിൽ ഓരോ സംഭവങ്ങൾ, ഓരോ ദിവസവും ഓരോ സംഭവങ്ങൾ നടക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് ആ സംഭവങ്ങൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തൗർ ഗുഹയിൽ നിന്ന് ഇറങ്ങി പ്രവാചകൻ പോയ റൂട്ടും പ്രവാചകൻ ഓരോ ദിവസവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പാസ് ചെയ്ത കടന്നുപോയ സ്ഥലങ്ങളും ആ ഓരോ ദിവസവും നടന്ന സംഭവങ്ങളും ചരിത്ര ഗ്രന്ഥങ്ങളിൽ പണ്ഡിതന്മാർ രേഖപ്പെടുത്തി വെച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളും ആ ഓരോ ദിവസവും നടന്ന സംഭവങ്ങളും ഇൻഷാ അല്ലാഹ് മറ്റൊരു ക്ലാസ്സിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹിജ്റയിൽ നടന്ന സംഭവങ്ങൾ, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ആ ഹിജ്റയെ പറ്റി ഒരു ഹിജ്റയുമായി ബന്ധപ്പെട്ട് അടുത്ത ഒരു ഹിജ്റ വർഷം ആരംഭിക്കുന്ന സമയത്ത് ഇൻഷാ അല്ലാഹ് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ മനസ്സിലാക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രം കൂടുതൽ പഠിച്ച്, പ്രവാചകന്റെ ജീവചരിത്രം നമ്മൾ പഠിക്കുക, ഖുർആൻ നമ്മൾ മനസ്സിലാക്കണമെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമുക്ക് മാതൃകയാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അദീം, പ്രവാചകൻ നമുക്ക് റോൾ മോഡലാണ്. പ്രവാചകന്റെ മോഡൽ എന്താണ് എന്നറിയണമെങ്കിൽ പ്രവാചകന്റെ ജീവചരിത്രം നമ്മൾ പഠിക്കണം. ഖുർആൻ മനസ്സിലാവണമെങ്കിൽ, ഖുർആനിലെ ഓരോ സന്ദർഭങ്ങളും ആയത്തുകളുടെ സൂറത്തുകളുടെ പശ്ചാത്തലം തിരിച്ചറിയണമെങ്കിൽ നബിയുടെ ചരിത്രം, സീറ, പ്രവാചക ചരിത്രം നമ്മൾ പഠിക്കണം. അങ്ങനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവചരിത്രവും പ്രവാചകന്റെ അധ്യാപനങ്ങളും കൂടുതൽ അറിഞ്ഞ് പ്രവാചകനെ പഠിച്ച് പ്രവാചകന്റെ അധ്യാപനങ്ങൾ ഉൾക്കൊണ്ട് യഥാർത്ഥ വിശ്വാസികളായി നമ്മൾ ജീവിക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ മുറുകെ പിടിച്ച് മുത്തബിഉ സുന്നകളായി ജീവിച്ച് പരലോകത്തും ഇഹലോകത്തും വിജയിക്കുന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോടൊപ്പം സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ അല്ലാഹു തആല നമ്മെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ സഹോദരന്മാരെ, നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മുടെ സജീവ പ്രവർത്തകനായിരുന്ന മജീദ് ക എപ്പോഴും നല്ല ചിരിക്കുന്ന, പുഞ്ചിരിക്കുന്ന മുഖവുമായി നമ്മുടെ മനസ്സിൽ എപ്പോഴും നിലനിൽക്കുന്ന അദ്ദേഹം ഞങ്ങളുടെ ഖുതുബക്ക് വരുന്ന സമയത്തൊക്കെ നല്ല ഒരു ഐശ്വര്യമുള്ള ഒരു മുഖം, അല്ലാഹു തആല അദ്ദേഹം ചെയ്തിട്ടുള്ള എല്ലാ നന്മകൾ സ്വീകരിക്കുകയും ചെറിയ ചെറിയ പാപങ്ങൾ പുറത്തു കൊടുത്ത് അല്ലാഹു തആല അദ്ദേഹത്തിന്റെ ഖബറിടം വിശാലമാക്കുകയും സ്വർഗത്തിന്റെ കവാടങ്ങൾ അല്ലാഹു തആല അദ്ദേഹത്തിന് തുറന്നു കൊടുക്കുകയും അദ്ദേഹത്തെയും നമ്മെയും അല്ലാഹുവിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. റഹ്മാനായ നാഥ, നോമ്പുക പ്രവേശിക്കുന്ന റയ്യാൻ എന്ന കവാടത്തിലൂടെ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന വിശ്വാസികളുടെ കൂട്ടത്തിൽ ഞങ്ങളെവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണമേ. വാഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.